ചേച്ചി പള്ളിയിറങ്ങി എണീറ്റില്ലേ ചേച്ചേ ചേച്ചി എന്താ ഉറങ്ങാൻ സമ്മതിക്കൂലേ? കിടന്ന് ഉറങ്ങും ഒരു മനുഷ്യൻ. പോണ്ടേ? എവിടെ? പടവലത്ത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? മറ്റന്നാളെ പടവലത്ത് പോകണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ പോണ്ടേന്ന്? മറ്റന്നാളല്ല, നമുക്ക് ഒരുമിച്ച് പോവാം. ഒരുമിച്ച് പോവാം. ബൈക്കിൽ പോവാം. ബൈക്കിന് അവിടുന്ന് തേങ്ങയും ചക്കയൊക്കെ എടുക്കണം. ബൈക്കിന് ഇരിപ്പൊന്നും ശരിയാവൂല. അതെന്താ? ഞാൻ ചാക്കിലൊക്കെ കൊണ്ട് കയ്യിലോട്ട് വെച്ച് തരും. പുറകെ പിടിച്ചോണ്ടെങ്കിൽ ഇരുന്നേച്ചാ. ഞാൻ പിടിക്കൊന്നുമില്ല, പോയാടന്ന്. ഇതൊരു കഷ്ടം. ഇത് നമ്മൾ മറ്റന്നാളെ പടവലത്ത് പോകുന്നു. ഫിക്സ്. പടവലത്ത് പോണോ? ഞാൻ വരുന്നേ. എന്നാ പിന്നെ ബൈക്കിൽ നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോവാ. 3 വേണ്ട, 4 ആക്കാം. ഞാനും പറയാം. ഗുഡ് മോർണിംഗ്. ഇതിപ്പോ എവിടുന്ന് കയറി? പുറത്തുനിന്ന് വഴിക്കോടെ വിളിച്ച പറയൊന്നും ഇല്ലേടി വരുമ്പോ. ഇതൊക്കെ സർപ്രൈസ് അല്ലേ? അതുകൊണ്ട് വേറെ കുടിപ്പുറത്ത് അച്ഛനും അമ്മയും ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നതാ, അല്ലാണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയൊന്നുമല്ല. എന്നാ പിന്നെ ഇറങ്ങും. ഞാൻ അവരെ ചെന്നൈയിലോട്ട് പറഞ്ഞു വിടാം. ഇറങ്ങടി. എവിടെ? ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ എണീറ്റുള്ളൂ. കഷ്ടം. ഞാൻ ഒന്ന് ബാഗ് വെച്ചിട്ട് വരട്ടെ, ചേട്ടാ കാണണം. കഷ്ടം എന്തോന്ന് കഷ്ടം. ചേച്ചി അച്ഛനും അമ്മയോടുണ്ട്. ചേച്ചി എന്താ ഈ കോലത്തില്? ശരിയുള്ള ഞാൻ ഈ കോലത്തില്. അവളെന്താ എന്നെ കണ്ടോണ്ടിനകത്തോട് ഓടുകയെ? നീ ഇപ്പൊ വെളിയിൽ നിപ്പുണ്ടായിരുന്നില്ല, എന്തിനകത്തേക്ക് ഓടി കയറി എന്നെ കണ്ടോടനെ? അല്ല, എന്നെ കണ്ട ഉടനെ അവളെന്തിനകത്തോട്ട് പോയത്? പെട്ടെന്ന് വേറെ എടുത്താണ്, അപ്പൊ ബാത്റൂമിൽ പോയി. അല്ല, എന്നാലും അതല്ലല്ലോ, എന്നെ കണ്ട ഉടനെ ഓടിപ്പോയ പോലെ എനിക്ക് തോന്നിയത്. അതെന്തിനാ അങ്ങനെ ചെയ്തേ? അതെനിക്കിനി തോന്നിയാണ്. തോന്നിയതല്ല, ഞാൻ കണ്ടതാ. അതായത് എനിക്കും മനസ്സിലായില്ല. ഇല്ല, ഞാൻ അയ്യോ, ഇതാര്? എപ്പോ വന്ന്? ജസ്റ്റ് ലാൻഡഡ്, അതും നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം. അയ്യോ ചക്കര. അച്ഛനെവിടെ? അച്ഛനെവിടെ മക്കളെ? കുഴപ്പത്തച്ഛൻ രാവിലെ നടക്കാൻ പോയി. എന്നിട്ട് ഏതൊക്കെ കടയിലും കയറിയിട്ട് കുറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ, അച്ഛന് മക്കളെ കാണുമ്പോ എന്ത് സന്തോഷാവെന്നറിയോ? എലിഞ്ഞു. പിന്നെ കുറച്ച് അവിടെ നല്ല ഫുഡൊന്നും ഇല്ലല്ലോ. അമ്മ എന്തെങ്കിലും കഴിക്കാൻ വേഗം എടുക്കാവേ. എന്താ അമ്മ വിളിച്ചേ? അല്ല, ഞാൻ അവിടെ ഒന്ന് നോക്കിയപ്പോ ഈ കോലത്തിലല്ലായിരുന്നല്ലോ. ആയിരുന്നല്ലോ. അല്ലല്ലോ ലച്ചു, ഞാൻ കണ്ടതല്ലേ നിന്നെ. അല്ലമ്മ, ഞാൻ ഈ കോലത്തിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു കോള് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഫോൺ എടുത്തിട്ട് പിന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നതാ. ഓടി അങ്ങോട്ട് പോയല്ലോ. എന്താ പറ്റി? അത് ബാത്റൂമിൽ പോകാൻ പെട്ടെന്ന് മുട്ടിയപ്പോ പോയതാ. അല്ല, പക്ഷെ ഈ കോല എങ്ങനെ വന്നെ? ഇവിടുന്ന് കയറി പോകുമ്പോ ഇതല്ലായിരുന്നല്ലോ കോല. ആയിരുന്നു, ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. അമ്മയ്ക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. എനിക്കല്ലേ? ശിവ, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, കുഴപ്പമില്ലാത്ത അമ്മ ഫുഡ് എടുക്കാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പൊ എടുക്കാം കേട്ടോ മക്കളെ. ഞാൻ വരണോ അടുക്കളയിലോട്ട്? വേണ്ട. എന്തായി പോണേ? എന്താ സംഭവം? എനിക്കൊന്നും കിട്ടിയില്ല. ആ കോലത്തിൽ എങ്ങനെ അമ്മ കണ്ടിരുന്നെങ്കിൽ അമ്മ എന്നെ തൂക്കിയേനെ. പല്ലി വെച്ചില്ല, പല്ലി വെക്കട്ടെ. സ്മെല്ലുണ്ടോ? ഭാഗ്യം, അമ്മയ്ക്കത് മനസ്സിലായില്ല. പിന്നെ മൊത്തത്തിൽ എനിക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ. അയ്യോ, കൊല്ലങ്ങളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കുക. മൊത്തത്തിൽ മിസ്സിങ് അതല്ല, പിന്നെ റെഡി ആയിട്ട് വരുമ്പോഴേ കമ്മല്, പൊട്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ പറയണമെന്ന്. പെട്ടെന്ന് ഓർക്കൂല, അതാ. അതായത് താങ്കളൊരു ടോട്ടൽ കുലസ്ത്രീ അല്ലെങ്കിൽ പറയണമെന്നല്ലേ? അങ്ങനെയും പറയാം. പല്ലി വെച്ചിട്ട് വരാം. പോന്ന് എന്തോന്നിട ഇതൊക്കെ കാണോ? കമോൺ, ഫുഡ് കഴിക്കാം. കുഴിപ്പള്ളത്തമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? കുഴിപ്പള്ളത്തമ്മ, എന്നെ മൊത്തത്തിലൊന്ന് നോക്കിക്കേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? കാട്ടോർമ്മൻ ചേട്ടോ, എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. എനിക്ക് എന്തേലും ഒരു കുഴപ്പമുണ്ടോ? ചുമ്മാ തമാശ കളിക്കുന്ന കാര്യം പറ.
ചേച്ചിക്ക് എന്തിനു കുഴപ്പമൊന്നും? ചേച്ചിക്ക് കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ കേശുമോനെ ആ ഇവിടെ ഉണ്ടായിരുന്നു. എടാ ഓ നമ്മുടെ ആ കടക്കാരൻ ശരിയല്ലട്ടാ. എന്ത് പറ്റി? അവൻ ലൈറ്റും ഫാനും ഓഫ് ചെയ്തില്ലേ? അതല്ല, അത് വേറെ കേസ്. അത് ഞാൻ പിന്നെ പറയാ. ഇതേ അവന്റെ കടയിൽ നല്ല ചോക്ലേറ്റ്സ് ഒന്നും ഇല്ലടാ. അപ്പൊ അച്ഛനാണ് ഈ പിള്ളേരെ ഫുൾ വഷളാക്കുന്നത് അല്ലേ? എന്റെ ദൈവമേ, ശിവാനി എപ്പോ എത്തി? ജസ്റ്റ് ലാൻഡഡ്. യാത്രയൊക്കെ സുഖമായിരുന്നാ? ആടിപ്പോളെ. ചെന്നൈയിൽ എങ്ങനെ കറണ്ട് കട്ടുണ്ടോ? കരണ്ട് കട്ട ആ പവർ കട്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. കഷ്ടം, എല്ലായിടത്തും കണക്ക് തന്നെയാണ്. അതെ, ഞാനിവിടെ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോ കടയിലേക്ക് ഇറങ്ങി. അപ്പൊ പിള്ളേരുടെ കാര്യം ഓർത്തു, അങ്ങനെ ചോക്ലേറ്റ് മേടിച്ച. അല്ലാണ്ട് ഞാൻ പിള്ളേരൊന്നും ചീത്താക്കണില്ല. ഏത് പിള്ളേര്? കേശുക്കുട്ടൻ, പാറുക്കുട്ടി. ഇവളുടെ കാര്യം ഓക്കെ. ഈ മുതുക്കര് തിന്നാനാണ് അച്ഛമിട്ടായി മേടിച്ചോണ്ട് വന്ന്. എനിക്ക് എല്ലാവരും കുട്ടികളാണ്. നീയും കുട്ടിയാണ്, ഇവളും കുട്ടിയാണ്, ഇവളും കുട്ടിയാണ്, ഇവനും കുട്ടിയാണ്. അപ്പൊ എന്നാ ചോക്ലേറ്റ് പിടിച്ചു. ബാക്കി 2 ഉണ്ട്. ആരും ചോദിക്കരുത്. ഇത് അച്ചക്ക്. അമ്മയോട് പറയരുത് അച്ചക്ക് ഷുഗർ ഉള്ളത്. ഞാൻ പറഞ്ഞോട് എന്നാ എന്റെ ചോക്ലേറ്റ് അത് പറ്റൂല. നീ തിന്നണ്ട. ഞാൻ ഇത്ര നടന്നു വന്നല്ലേ? ഇനി ഇരിക്കാം. പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു മോളെ? അച്ഛാ പഠിപ്പൊക്കെ സൂപ്പർ ആയിട്ട് പോകുന്നു. അടുത്ത മാസം ഒരു പരീക്ഷ വരുന്നുണ്ട്. അതെങ്ങനെയും ഒന്ന് പാസ് ആവണം. അത് കഴിഞ്ഞാ പിന്നെ PSC എഴുതണം. PSC എഴുതിയിട്ട് KCB-യിൽ കയറി പറ്റണം. അവിടെ ഇഷ്ടം പോലെ തസ്തികകളിൽ ഒഴിവുണ്ട്. അച്ഛാ ഞാൻ ആർക്കിടെക്ചറാ പഠിക്കുന്നേ. അത് കുഴപ്പമില്ല മോളെ. KCB ബെസ്റ്റ് അല്ലേ? നാടിന്റെ വെളിച്ചമാണ് KCB. മോളും നാളെ നാടിന്റെ വെളിച്ചമാകണം. അച്ഛനെ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കണം. ആ വെളിച്ചം ഉണച്ചാ നാട്ടുകാർ തല്ലും കിട്ടും. ഓ അല്ല, ഈ പാറു കുറച്ചു നേരമല്ല ചേച്ചിനെ നോക്കി ഇങ്ങനെ 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 കാണിക്കണം. എന്താ കാര്യം? അതൊന്നും ഇല്ല ചേച്ചിക്ക് എന്തായാലും മിസ്സിംഗ് ഉണ്ടോ നോക്കാം. മിസ്സിംഗ്? എന്ത് മിസ്സിംഗ്? അതൊന്നുമില്ല അച്ഛാ. ഇവക്ക് എപ്പോഴും എന്നിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. സ്നേഹം കാരണ. ചേച്ചി അതില്ല. ഏതില്ല? ആ ചുമന്ന സാധനം ഇല്ല. ചുമന്ന സാധനം? ആ എന്തുവാടാ? അല്ല പൊടി ചാവണം. എന്താടാ? പൊടി പൊടി പൊള്ളി ഫുള്ള് പൊടി. ലച്ചു ലച്ചു അവളെന്തിനാ എന്നെ കണ്ട ഉടനെ ഓടിയേ? അവളെന്തിനാ നിന്നെ കണ്ടിട്ട് ഓടേണ്ടത്? അതല്ല ഞാൻ നിങ്ങളോട് ചോദിച്ച അവൾ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടിയെന്ന്. എന്തിനാ പറ ഓടിയത്? എനിക്കെങ്ങനെ അറിയാം? ശിവ, അയ്യോ എനിക്കറിയത്തില്ല. കുഴപ്പമില്ല. എന്ത് പറ്റി ചേച്ചി ഓടിയേ? എന്നോടാ? അതെ, നേരത്തെ ഇത് തന്നെ അവള് ചെയ്തത്. എന്നെ കണ്ട ഉടനെ ഒറ്റ ഒരു ഓട്ടം. ആ, നിന്നെ കണ്ട ആർക്കാ ഇറങ്ങി ഓടാൻ തോന്നാത്തത്? അതുകൊണ്ടല്ലേ രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് ഞാൻ ഇറങ്ങി ഓടുന്നത്, മോർണിംഗ് വാക്ക് എന്ന പേരില്. കോമഡി നിർത്ത. എന്നാലും കൊച്ചെന്തിനാ എന്നെ കാണുമ്പോ ഈ ഓടുന്നത്? പുറത്ത് മഴക്കാലം ഒക്കെ അല്ലേ, അപ്പൊ പിന്നെ തുണി വിരിച്ചിട്ട് അങ്ങനെ എടുക്കാൻ പോയതായിരിക്കും. പുറത്ത് മഴയില്ലടാ. കുഴപ്പമുള്ള തച്ചാ. മഴയില്ലടാ. എന്നാലും അവളെന്താ എന്നെ കാണുമ്പോ ഓടുന്നതെന്നേ ആ ചോദിച്ചിട്ട് തന്നെ. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അല്ല, പ്രായം ഓർത്തില്ല. ഇത് ലച്ചുവേ, ലച്ചു വരുന്നുണ്ട്. ആര് വരുന്നുണ്ട്? ഞാനൊന്ന് പുറത്ത് വരെ പോയിട്ട് ഇതാ വരുന്നുണ്ടേ എന്ന് പറയുമായിരുന്നു. അതെന്തിനാ ഇത്ര ഉറക്കെ പറയണത്? തൊണ്ട പെട്ടെന്ന് ബാസ് കയറി കട്ടായി മോളിപ്പോയി. എടാ, ഓ ലച്ചു എന്തിനാ ഇറങ്ങി ഓടിയെന്നറിയാമോ? അച്ഛനറിയോ? പിന്നെ എന്താ അച്ഛാ കാര്യം? ലച്ചു എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് സീതനെ കാണുമ്പോ അവള് ഇറങ്ങി ഓടുന്നത്. ഉൾപ്പെള്ളത് വന്നാലും ഇത് തന്നെയല്ലേ പരിപാടി. ചേച്ചിയുടെ ഒരു ഫണ്ണേ. കറക്റ്റാ. ആ എനിക്കറിയാം. ഈശ്വരപ്പെട്ടല്ല. ഇപ്പൊ എന്ത് ചെയ്യും? ലച്ചു കൈ മുറിച്ച് ചോര കൊണ്ട് സിന്ദൂരം തൊട്ടല്ല. അല്ലെങ്കിൽ വേണ്ട, ശിവാനിയോട് പറഞ്ഞാ എവിടെ? ഇപ്പൊ വരും. അഴുക്ക വെള്ളം. എന്റെ ഒരു ഗതികേട്.
കളറുമില്ല. ലച്ചു ലച്ചുവേ ലച്ചുവേ ഇവിടെ ഉണ്ട്. നീ എവിടെ എന്തെടുക്ക? ഇവിടെ എന്താ പരിപാടി? ഇവിടെ അതെ, അവിടെ ഒരു കിളിക്കൂടുണ്ട്, അത് നോക്കാൻ വന്നതാ. കിളിക്കൂട് നോക്കാനോ? ഏട്ടാ നീ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? ഓടിയില്ലല്ലോ. ഈ ജനൽ വഴിയല്ലേ നിനക്ക് ചാടാൻ പറ്റുള്ളൂ. ഇതുവഴി എന്തിനാ പോയെന്നാ ചോദിച്ചത്. അതാ, അത് ഞാൻ അവിടെ സംസാരിച്ചോണ്ടേ ഈ കിളികളുടെ കരച്ചില് കേട്ടായിരുന്നു. അപ്പൊ എങ്ങാനും ഇതുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടി ധൃതിപ്പെട്ട് അവിടെ ഇങ്ങനെ ഓടി വന്നതാ. കിളികളുടെ കരച്ചില് കേട്ട ഉടനെ നീ ഓടി. ആ ശരി, വിശ്വസിച്ച്. എന്താ പറ്റിയമ്മ? ഇല്ല ഒന്നുമില്ല, എനിക്ക് നീ എന്നെ കണ്ടപ്പോ ഓടിയ പോലെ തോന്നി. തോന്നല. അതുണ്ടോ കുഞ്ഞി കുരുവിക്കൂട്? കിളികളല്ലേ? ശരി ആട്ടെ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ചേച്ചി പോയാ? തൂക്കിയില്ല. ഇതെന്തോന്നാണ് നെറ്റിയല്? കൺശരം. ഇവിടെ കുങ്കുമം കൊണ്ട് വെച്ചേക്കണ. ചിലപ്പോ കാണും ഹിഡൻ സ്പോട്ട്. കട്ടേ ഇത് കുറച്ച് തല തേച്ചാ വേറെ ഓപ്ഷൻ ഉണ്ടായില്ലല്ലോ. ബുദ്ധി തന്നെ ഏട്ടാ. ഇതിപ്പോ ലാഭമായല്ലോ. എനിക്ക് കുങ്കുമം വാങ്ങണ്ട, കണ്ണി കണ്ട കട്ടയൊക്കെ തല തേച്ചാ മതി. എന്തൊക്കെ കഷ്ടപ്പാടാണോ എന്തോ. ചേച്ചി ഇങ്ങനെ അമ്മയെ കാണുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടുന്നതിന് പകരം ചേച്ചി ഒരു പെർഫെക്റ്റ് ഫോട്ടോ എടുത്തിട്ട് മിററിൽ അങ്ങ് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് രാവിലെ റെഡി ആകുമ്പോഴത്തേക്കും അത് നോക്കി ഇതുണ്ടോ 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 അങ്ങനെ റെഡി ആവുക. അപ്പൊ സെറ്റ് ആവും. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വരും. അല്ലാണ്ട് ചേച്ചിയെ കൊണ്ട് ഇത് മുഴുവൻ ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ല. കുങ്കുമക്കട്ട പിടി. ആവശ്യം വരും. പഴയ കാലം പോലെ വല്ല ആണോ അമ്മ ഇപ്പോഴത്തെ പിള്ളേര്? ആണായാലും പെണ്ണായാലും എല്ലാം കണക്ക് തന്നെ. ഇപ്പൊ മൊബൈല് മതിയല്ലോ അവർക്ക്. 24 മണിക്കൂറും മൊബൈല്. അതിനിപ്പോ നമ്മളെന്തേലും പറഞ്ഞാലും അവര് കേൾക്കത്തില്ല. ഫുൾ ടൈം വെള്ളവും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ കാലത്ത് മൊബൈൽ ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് പാറു சொன்னது ரொம்ப കറക്റ്റ്. ഞങ്ങളുടെ കാലത്ത് മൊബൈൽ ഇല്ലെങ്കിലുവേ ഞങ്ങളുടെ കാലത്ത് പിള്ളേർക്കൊക്കെ നല്ല അനുസരണയായിരുന്നു. അതെങ്ങനെയാ? ഇവിടുത്തെ മറ്റുള്ള പിള്ളേരെ കണ്ടല്ലയോ ഇതും പഠിക്കുന്നേ. ഞാൻ മറ്റുള്ളവരെ കണ്ടല്ല പഠിക്കുന്നേ. എന്റെ ജനറേഷനെ ആൽഫയാ, നിങ്ങളൊക്കെ ഓൾഡ് ജനറേഷൻ. എന്ത് ജനറേഷൻ? ആൽഫ. ആൽഫ ആയാലും എന്തായാലും ഞങ്ങളുടെ ജനറേഷൻ ആയിരുന്നു ഏറ്റവും നല്ലത്. അത് തന്നെ. ആ വേണ്ട വരുന്ന അടുത്താണ്. ഇവനെ പോലുള്ളവരാണ് ഈ പെൺപിള്ളാരെ മൊത്തം വഴി തെറ്റിക്കുന്നത്. കേറി വന്ന് വാക്കിന് എനിക്കിട്ടാ അമ്മൂമ്മ എന്തൊരു വർത്താനം അത്. ആഹാ, അപ്പൊ അമ്മൂമ്മ അങ്ങനെയാണ് പറയണെങ്കിൽ എനിക്കൊണ്ട് പറയാൻ. എന്താ പറഞ്ഞാട്ടെ? ഞങ്ങളെ പോലുള്ള പാവം പിടിച്ച നിഷ്കളങ്കരായ ആമ്പിള്ളേരെ ചീത്തയാക്കണത് ആ പെൺപിള്ളേരാണ്. ഏത് പെങ്ങച്ചോളാം നിന്നെ ചീത്തയാക്കിയത്? ആരാണ് നിന്നെ ചീത്തയാക്കിയത് പറ. നീ എത്ര ആമ്പിള്ളേരെ കൺഫ്യൂഷൻ ആക്കിയേക്കണ്? ഞാൻ ആരെ കൺഫ്യൂഷൻ ആക്കിയെന്നാ? അമ്മൂമ്മ, ഞാൻ ആരെയാണ് കൺഫ്യൂഷൻ ആക്കിയത്? ഞാൻ കൺഫ്യൂഷൻ ആയിട്ടുള്ള ആൾക്കാരെ പോലും നേർവഴിക്ക് നടത്തുവാണ് ചെയ്യാറ്. അതിനൊരു ഉദാഹരണം സ്ഥിരം ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കാറുണ്ടല്ലോ അല്ലേ? ഗേറ്റിന്റെ ഫ്രണ്ടിൽ ആരാ നിക്കുന്നേ? ഓ എന്റെ പൊന്നു സീതാമ്പോ, അങ്ങനെ ഒരുത്ത ഉണ്ട്. ഞാൻ പറയാം, കാണാൻ കിടക്കണല്ലേ ഉണ്ട്. என்ன சொன்னாலும் சரி, சிவா சொன்னதுதான் ரொம்ப கரெக்ட். അതെ അല്ല പിന്നെ അമ്മേ നന്ദേട്ടാ. എന്തോന്ന് കറക്റ്റ് സീതേ? ഓ ഇവനൊരു പ്രണയരോഗിയാ. തനി കൃഷ്ണൻ. അമ്മൂമ്മ എന്തൊരു വർത്താനം അത്. ഒന്നുമല്ലെങ്കിൽ അമ്മൂമ്മ പറയുന്നേക്ക അമ്മൂമ്മയുടെ കൊച്ചുമ്മനെ കുറിച്ചാണെന്നുള്ളൊരു വിചാരം വേണം. നീ ശരിക്കും പ്രേമരോഗിയാണോ? അച്ഛൻ അങ്ങനൊന്നും ഇല്ല എന്റെ പെണ്ണ് സീതാമ്പോ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? എന്തെങ്കിലും
ഇച്ചിരി കിട്ടിയാൽ മതി. ആ ടക്കന് നെറ്റി വെച്ച് ആടിച്ചങ്ങ് ഒട്ടിച്ചങ്ങ് തരും. അല്ലാതെ നിന്റെ കയ്യിലിരിപ്പോണ്ടല്ല. ആ ശരി, എന്റെ കയ്യിലിരിപ്പുണ്ട് വരണേ. ഈ കയ്യിലിരിപ്പൊക്കെ കിട്ടണ എവിടെന്നാന്നറിയോ? ജെനറ്റിക്സ് വഴിയാണ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നണത് മിക്കവാറും ചോനറത്തല വഴി എനിക്ക് കിട്ടിയതായിരിക്കും. നിർത്ത്. എന്റെ കുടുംബത്തിലെ ആഹാരം പ്രേമരോഗികളില്ല. അമ്മൂമ്മ, ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു രോഗമല്ല. ഇറ്റ്സ് എ ഡിവൈൻ ഇമോഷൻ വിത്ത് പ്യുവറസ്റ്റ് ഹാർട്ട്. കെമിസ്ട്രി, ഫിസിക്സ്, സൈക്കോളജി, ബാക്കി കൂടെ പറ. ഒന്ന് നിർത്തിച്ചിന്റെ ചക്ക. ഞാൻ നിന്നെ ചുമ്മാ എരി വേറ്റാൻ വേണ്ടി പറയുന്നല്ലേ അമ്മ. അതൊക്കെ ഏറ്റു പിടിച്ചോളൂ അങ്ങ്. എനിക്കറിയാം, ഞാൻ ചുമ്മാ പണ്ട്. അല്ല, കേശു ലച്ചു എന്തിയേ? അവളോടേലും കാണാം. അവിടെ എന്തെടുക്ക അവള്? ചേച്ചി അല്ലേലും ഇവിടെ എന്തിനെടുക്കായി? അവളല്ലെങ്കിലും ഒരു പണിയും ചെയ്യത്തില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനതേ അതൊരു തമാശക്കങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. லெச்சு வந்து இங்க எல்லா வேலையும் செய்வா. அவ சாம்பார் எல்லாம் வச்சுன்னா ரொம்ப அருமையா இருக்கும். அதே மாதிரி மீன் குழம்பு வச்சா ரொம்ப டேஸ்டாவும் இருக்கும். എന്നിട്ട് അവളൊന്നും ചെയ്യുന്നില്ലെന്നാണല്ലോ ഭവാനിയമ്മ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാനതൊരു തമാശക്കങ്ങ് പറഞ്ഞതാ. നേരത്തെ ഒരു ഇതിനങ്ങ് പറഞ്ഞു പോയതാ. കേശു, ലച്ചു എവിടെയാന്നാ പറഞ്ഞേ? ലച്ചു എവിടാന്നാ പറഞ്ഞേ? ഹാളില് അപ്പുറത്ത്. ആത്മാവിന് ശാന്തി കൊടുക്കണമേ. டேய், அவங்க ஏதாவது லெச்சுவை செய்வாங்களா? അമ്മൂമ്മ, എന്തോ അമ്മൂമ്മ ഇത്? ആരാ നിൽക്കുന്നെങ്കിലും നോക്കണ്ടേ? അതാ മക്കളെ, മക്കൾക്കറിയാവല്ലോ എന്റെ നാക്കിന് എല്ലില്ലെന്ന്. ആരോട് എന്താ എപ്പോഴാ എങ്ങനെയാ പറയേണ്ടതെന്ന് ഒരു വിവരവും ഇല്ല. ഒരു വിവരമില്ലാത്ത സ്ത്രീ ഞാൻ തന്നെ. ഓ, പേടിക്കണ്ട അച്ഛാ, ഞാനേ മൊത്തത്തിലൊന്ന് പെട്ടിരിക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും കൂടെ പിടിച്ചോളേ, ഒന്ന് സഹായിക്കണം പ്ലീസ്. എന്താണ് സംഭവിക്കും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇച്ചിരി എണ്ണ ഇച്ചിരി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല, കുഴപ്പമുള്ള പോലെ അഭിനയിച്ചാ മതി. സംഭവം എന്താണ്? അമ്മ പോരും. ലച്ചുവേ, പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാൻ പോകുന്നതുകൊണ്ടാ കാലിലൊക്കെ വേദന എടുക്കുന്നേ. ഞാനെന്ത് പറയാനാണ്? എന്തെങ്കിലും ഡെയിലി നടക്കാൻ പോയില്ലെങ്കിൽ ആരോഗ്യം ശരിയാകില്ലല്ലോ. ആ, പക്ഷെ ഒരു ദിവസം 4 നേരമൊക്കെ നടക്കുന്നത് കുറച്ച് കഷ്ടമല്ലേ? ഒരു തവണയൊക്കെ നടക്കാം. ഇത് അച്ഛൻ 4 നേരം ഭക്ഷണം കഴിക്കണ പോലെയാണ് നടക്കാൻ പോണത്. എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടൂല. ശരി, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കണമല്ലോ. അതെ, ശ്രദ്ധിക്കണമല്ലോ. ലച്ചു, അയ്യോ, എന്ത് പറ്റി കാലിന്? ഇവിടെ വേദന ഉണ്ടോ അച്ഛാ? അവിടെ അല്ല, അതിന്റെ തൊട്ടിപ്പുറമായിട്ടാണ്. ഇവിടെയാണോ? അവിടെ. എന്തോ ചേട്ടാ പറ്റിയത് കാലിന്? അത് അച്ഛനെ കാലുവേദന എന്ന് പറഞ്ഞു അല്ല അച്ഛാ? കാലുവേദനയാന്ന് മനസ്സിലായി. ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് കാലുവേദന? അല്ല, അപ്പൊ മോള് കുഴമ്പിട്ട് വരാന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ചേട്ടാ, കാരണം എന്താ? ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് എല്ലാ ദിവസവും 4 നേരം വെച്ച് നടക്കാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആയിരിക്കണം. ഇല്ല, കാര്യമുണ്ടോ? ഞാൻ 100 വട്ടം പറഞ്ഞ ഇങ്ങനെ 4 നേരം നടക്കേണ്ട കാര്യമില്ലാന്ന്. ഇല്ല, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. തിരുമ്മി കൊടുക്ക. അമ്മക്ക് കുഴപ്പമിട്ടായിരുന്നു? എനിക്കൊരു കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ചു. ഈ അച്ഛൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കൂലെന്നേ. മോളെ മതി. അല്ല, കുഴമ്പിട്ടത് മതിന്ന്. എന്നാ ഞാൻ എണീറ്റോട്ടെ. കുഴിപ്പളത്തമ്മ, അമ്മ ചോദിച്ചില്ലായിരുന്നു അടുക്കള വെച്ചിട്ട് എന്താ ചേച്ചി എവിടെ പോയേക്കുന്നേന്ന്? അന്നേരം ഞാൻ പറയാൻ വിട്ടുപോയെന്നേ. അച്ഛന് പെട്ടെന്ന് ഭയങ്കര കാലുവേദന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി കുഴമ്പെടുത്ത് കാല് തിരുമാൻ വേണ്ടി പോയതാ. അമ്മ എന്റെ തടിയിൽ വന്നില്ല അന്നേരം. അല്ലേ ചേച്ചി? അതെ അതെ. അല്ല സീത, പെട്ടെന്ന് എന്താ അടുക്കളയിൽ ഇങ്ങോട്ട് ഓടിപ്പോരുന്നേ? അത് ഞാനേ എന്തോ ഒരു കാര്യം ലച്ചനോട് പറയാൻ വേണ്ടി വന്നതാ, മറന്നുപോയി. എന്നാ പിന്നെ വായോ, നമുക്ക് അടുക്കളയിലോട്ട് പോവാ. അല്ല, നിങ്ങളെല്ലാരും എന്താ ഇവിടെ? ഞങ്ങളിവിടെ യുദ്ധം വരെ നടക്കുമെന്ന് അറിയാൻ വന്നതാ. എന്തോന്ന്? ജീവിതം ഒരു യുദ്ധമാണല്ലോ, അപ്പൊ ആ യുദ്ധത്തിനിടയിൽ നമ്മളൊക്കെ വെറും പോരാളികൾ. അമ്മൂമ്മ അടുക്കളയില് ചൂടൊന്നും വെക്കണ്ടല്ലോ. ഒന്നും വേണ്ട, സന്തോഷം. കറി തിളക്കുന്നു. ഇതെല്ലാരും പുതുമ കൈയൊക്കെ പിടിച്ചോണ്ട് പോണു.
സത്യം പറ, എന്താ ഒപ്പിച്ചു വെച്ചേക്കണത്? ആദ്യം തന്നെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഒപ്പിച്ചിട്ടൊന്നും ഇല്ല. നീ എന്തൊക്കെ ഒപ്പിച്ചാലും ഷെർലക് ടോംസിന്റെ അനിയത്തിയാവള്. അവളത് കണ്ടുപിടിക്കും, കയ്യോടെ നിന്നെ പൊക്കും. അവസാനം നീ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ എല്ലാം കൂടി എടുത്ത് അച്ഛന്റെ തലയിടും. അതല്ലേ പരിപാടി? അതവിടെയല്ലേ അച്ഛാ, ഇവിടെ തലയിലിടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. എന്തായാലും സമാധാനം, എന്റെ തലയിൽ ഇടാതിരുന്നാ മതി. സിധു സ്നേഹത്തോടെ മേടിച്ചു തന്നതായിരുന്നു. ഓഹോ, ഓൺലൈനിൽ സ്റ്റോക്ക് തീർന്നിട്ടേ സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യണ വരെ കാത്തിരുന്ന് മേടിച്ചതാ. പോട്ടെ, എന്റെ പാവാട. എറി ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും ഇടാൻ ചേച്ചി, ഈ സമയത്ത് ചോദിക്കുന്നോണ്ട് വേറൊന്നും വിചാരിക്കരുത്. കുറച്ച് ഞാൻ എടുത്തോട്ടാ. തരത്തില്ല. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അതെ, ഓവർ സൈസ് ടീഷർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വരും. തരത്തില്ല. പിന്നെ ചെന്നൈയിൽ ഭയങ്കര ചൂടാ. ഓവർസൈസിൽ എനിക്ക് വേണം കേട്ടോ. പിന്നെ ജീൻസ്, ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ എല്ലാം എനിക്ക് തന്നേരെ. സ്കേർട്ട് ഞാൻ വേണമെങ്കിൽ എടുക്കാം. ജീൻസ് എനിക്ക് വേണം. എനിക്ക് നിങ്ങളുടെ കയ്യിലിടാനാ ജീൻസ്. പിന്നെ മറ്റേ പാവാട പോലത്തെ ഒന്നും ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് കൊടുത്തു. അതുകൊണ്ട് ചെയ്തുമായിരിക്കും. എന്ത് ദുഷ്ട കൂട്ടങ്ങള്. പുര കത്തുമ്പോ തന്നെ വാഴ വെട്ടണം. ജീൻസ് അതെനിക്ക് ചേരുമായിരുന്നു. ഒറ്റ എന്താ എന്താ ഇവിടെ? എന്താ തുണിയൊക്കെ എടുത്ത് എവിടെ പോണ്? അല്ല, എവിടെയും പോവല്ലേ. എന്റെ കുറച്ച് പഴയ തുണികളായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു വെച്ചോണ്ടിരിക്കണ്ടല്ലോ, എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ. പക്ഷെ നമ്മളെല്ലാം കത്തിക്കില്ല അമ്മ. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ എടുക്കും. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേശവനും പാറുവിനും കൊടുക്കാം. നമ്മൾ എർത്തിനെ സേവ് ചെയ്യണമല്ലോ. അതെ, നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം പുറത്ത് നിൽക്കോ. എന്തിനാ? ഒരു ചെറിയ സീക്രട്ട് നിങ്ങളുടെ ചേച്ചിയോട് പറയാനാ. സീക്രട്ട് സീക്രട്ട് ഒക്കെ കേട്ടിട്ടേ ഞാൻ ബാഗോടെ എടുത്തോളാം. ചേച്ചി എന്താ അമ്മ? ഇതൊക്കെ നല്ല ഡ്രസ്സാണല്ലോ. അത്യാവശ്യം കുഴപ്പമില്ല. എന്താ അമ്മോട് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്തിനാ എന്നെ കാണുമ്പോ ഇങ്ങനെ ഓടി ഓടി വിളിക്കുന്നേ? അത് ഞാനിപ്പോ ഓടിയില്ലല്ലോ. എനിക്കെന്നെ കാണുമ്പം എന്തോ എന്നെ പേടിയുള്ള പോലെ എനിക്ക് തോന്നുന്നേ. അങ്ങനെയൊന്നുമില്ല. ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഇതെല്ലാം കളയാൻ പോവാ? എന്റെ കുറച്ച് പഴയ തുണികളായിരുന്നു. എന്നിട്ട് ഇത് എന്ത് ചെയ്യാൻ പോണു? ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ കത്തിച്ച് കളയാം. ഒന്നും പാകല്ലേ? പാകമൊക്കെയാണ്. ഞാൻ എന്നേ മോള്, അതെ, അമ്മ ഈ ഫുൾ ടൈം ഈ ചുരിദാറും സാരി ഉടുത്ത് നടക്കണം എന്നല്ല പറയുന്നേ. എടി, നീ ഭയങ്കര സുന്ദരിയാ, എന്തിട്ടാലും അടിപൊളിയാ. അമ്മയ്ക്ക് നീ ഇന്ന് ചുരിദാറൊക്കെ ഇട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ, ചുരിദാർ സാരിയൊക്കെ കൊടുത്ത് കമ്മലൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊടുമ്പോൾ നീ ഭയങ്കര സുന്ദരിയാവും. എന്നും അങ്ങനെ നടന്നില്ലേലും എല്ലാ ദിവസം അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് അതേ അമ്മ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ എന്നെ കണ്ട ഉടനെ ചുരിദാർ ഇടുന്നു, കമ്മലിടുന്നു, ഒട്ടു തൊടുന്നു, എന്തിനാ ഇതൊക്കെ? സത്യം ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഏറ്റവും നല്ലത് മോഡേൺ ഡ്രസ്സാ. ആന്ന് ഭയങ്കര സുന്ദരിയാ നീ ആ ഡ്രസ്സ് ഇടുമ്പോ. ചെറിയ ഡ്രസ്സും കൈയില്ലാത്തതും എന്തിട്ടാലും മോൾ അടിപൊളിയാ. ഇനി അതൊക്കെ ഇട്ട് നടക്കണം. അല്ലാതെ എന്നെ പേടിച്ചിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് കളയാൻ പോവാ? ചിരിക്കണ നോക്കിക്കേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ മൊത്തം ഇങ്ങനെ കീറി പറഞ്ഞ ജീൻസ് കിട്ടോട്ടെ? അത്രയും വേണ്ട, കുറച്ചൊക്കെ കീറി പറഞ്ഞതൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. എൻ്റെ മക്കളല്ലേ, സുന്ദരിയല്ലേ.